പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ 14-ാമത്തെ പുസ്തകമാണ് 2 ദിനവൃത്താന്തം. അധ്യായങ്ങൾ 36, വാക്യങ്ങൾ 822, ചരിത്രപരമായ വാക്യങ്ങൾ 583, പ്രവചനപരമായ വാക്യങ്ങൾ 39, മുന്നറിയിപ്പുകൾ 42, ആജ്ഞകൾ 45, വാഗ്ദാനങ്ങൾ 8, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 21, ചോദ്യങ്ങൾ 47. രാജാക്കന്മാരുടെ 1-2 പുസ്തകങ്ങൾക്ക് ഒരു വിശദീകരണമായി ഈ പുസ്തകത്തെ കണക്കാക്കാം. എബ്രായ ബൈബിളിൽ 1-2 ദിനവൃത്താന്തങ്ങൾ ഒറ്റ പുസ്തകമായിരുന്നു. സെപ്റ്റുവജന്റ് ഭാഷാന്തരക്കാർ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ 2 തുകൽ ചുരുളുകളാകത്തക്കവണ്ണം വലിപ്പം വന്നതുകൊണ്ടാണ് സൗകര്യത്തെ കരുതി അവർ ഇതിന് 2ആയി വിഭജിച്ചത്. അത് പിന്നീട് മറ്റുള്ളവർ അംഗീകരിച്ചു. 1 ദിനവൃത്താന്തത്തിന്റെ തുടർച്ചയായ ചരിത്രമാണ് ഈ പുസ്തകം. ദൈവാലയ നിർമ്മാണത്തിനും യഹൂദയിലെ ആത്മീയ നവോത്ഥാനത്തിനും പ്രാധാന്യം നൽകി ഒരു പുരോഹിത കാഴ്ചപ്പാടിലൂടെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഒടുവിലായി എഴുതിയതാണ് ദിനവൃത്താന്തങ്ങൾ എന്ന് പൊതുവെ കരുതിപ്പോരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: ഈ ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ചരിത്രമാണ് വിവരിക്കുന്നതെങ്കിലും വടക്കേ രാജ്യമായ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ ചരിത്രം മിക്കവാറും വിട്ടുകളഞ്ഞിരിക്കുന്നു. കാരണം അനീതി കൊണ്ടും വിഗ്രഹാരാധന കൊണ്ടും വർഷങ്ങൾക്ക് മുമ്പേ നശിച്ചു പോയ ആ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും ഈ പുസ്തകം എഴുതിയ കാലത്ത് ശേഷിച്ചിരുന്നില്ല. ആകയാൽ അതിൻ്റെ ചരിത്രം എഴുതാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് ഗ്രന്ഥകാരൻ തീരുമാനിച്ചു കാണും. ദാവീദിന്റെ പിന്തുടർച്ചക്കാരായി ഭരണം നടത്തിയ ഉത്തമന്മാരായ 8 രാജാക്കന്മാരുടെ ചരിത്രവും അവരുടെ നവീകരണ പ്രവർത്തനങ്ങളുമാണ് ഇതിൽ പ്രധാനമായും വിവരിക്കുന്നത്. പ്രത്യേകിച്ചും ഹിസ്കിയ രാജാവിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദ ജനത്തിന്റെ ആത്മവീര്യം പകരുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്ന ശലോമോന്റെ ഭരണകാലം സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സുവർണ യുഗമായിരുന്നു. ശലോമോന്റെ ധനസമൃദ്ധി, ജ്ഞാനം, അവൻ പണിത ദൈവാലയം, കൊട്ടാരം എന്നിവയെല്ലാം ലോക പ്രശസ്തി നേടിയതാണ്. ശലോമോൻ പണിത ദൈവാലയത്തിന്റെ മൊത്തം ചെലവ് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 1,00,000 കോടി രൂപ വരും. ശലോമോന്റെ കൊട്ടാരത്തിലെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രതിദിന ചെലവ് ഏകദേശം 5,00,000 രൂപയായിരുന്നു. ഇത്ര മഹാനായിരുന്ന ഈ മഹാരാജാവിന്റെ ജീവിതാന്ത്യം പരിതാപകരമായിരുന്നു. എത്ര ഉന്നതനായിരുന്നാലും ദൈവകൽപ്പനകൾ നിരസിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ കഠിനമായിരിക്കുന്നുവെന്ന് ശലോമോന്റെ ചരിത്രം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം: തകർന്നടിഞ്ഞു കിടക്കുന്ന യെരുശലേം ദൈവാലയം പുതുക്കി പണിയുവാനുള്ള അനുവാദം നേടി ബാബേലിൽ നിന്നും തിരിച്ചു വരുന്ന യഹൂദ ജനത്തിന്റെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ: ഈ ഗ്രന്ഥം എസ്രാ ശാസ്ത്രി എഴുതി എന്നാണ് യഹൂദ പാരമ്പര്യം. ഇത് എഴുതിയ കാലം ഏകദേശം BC 458-നും 430-നും മധ്യേ. സ്ഥലം യെരുശലേമിൽ വച്ച്. കാലപരിധി 70 വർഷത്തെ ബാബേൽ പ്രവാസം ഉൾപ്പെടെ ഏകദേശം 394 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഗോഡ് ബ്ലസ് യു. ആമേൻ.